നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. പാനൂരിലെ ബോംബുമായി ഒരു ബന്ധവുമില്ലെന്ന് CPM നേതൃത്വം ആവർത്തിക്കുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ പിടിയിലായത് മുഴുവൻ DYFI ഭാരവാഹികൾ. തെരഞ്ഞെടുപ്പ് കാലത്തെ ബോംബ് നിർമ്മാണം ആരെ എന്തിന് ലക്ഷ്യമിട്ടെന്ന് പറയാൻ പോലീസോ ആഭ്യന്തര വകുപ്പോ ഇനിയും തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്ന ഒഴുക്കൻ റിപ്പോർട്ട് മാത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. പക്ഷേ പാനൂരിൽ പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ ബോംബ് ആറ്റിങ്ങലിൽ പൊട്ടുമായിരുന്നു. ആറ്റിങ്ങലിൽ CPM ഗുണ്ടകൾ വർക്കലയിൽ V മുരളീധരൻ്റെ പ്രചരണ വാഹനത്തിന് നേരെ നടത്തിയ ആക്രമണം ഇതിന് തെളിവാണ്. പള്ളിക്കൽ പഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയമുക്കിൽ വച്ചാണ് വാഹനത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ CPMൻ്റെ പ്രാദേശിക ഗുണ്ടകൾ അസഭ്യവർഷവുമായി വാഹന പ്രചരണം തടസ്സപ്പെടുത്താനും അപകടകരമായി ബൈക്കോടിച്ച് മുരളീധരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ അപായപ്പെടുത്താനും ശ്രമിച്ചത്. കണ്ണൂർ കോട്ടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ ബോംബ് ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥിക്ക് നേരെ എറിയില്ലായിരുന്നു എന്ന് ആർക്കറിയാം? സംസ്ഥാനത്തെ മറ്റൊരു BJP സ്ഥാനാർത്ഥിയോടും ഇല്ലാത്ത അസഹിഷ്ണുത എന്താണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയോട് മാത്രം? കാരണം കഴിഞ്ഞ 3 വർഷമായി പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സകല കൊള്ളരുതായ്മകളെയും കള്ളങ്ങളും പൊളിച്ചടുക്കിയത് V മുരളീധരനാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായി പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സകല കൊള്ളരുതായ്മകളും കള്ളങ്ങളും പൊളിച്ചടുക്കിയത് V മുരളീധരനാണ്. റെയിൽ എന്ന കമ്മീഷൻ റെയിലിനെ പൊളിച്ചടുക്കി ജനങ്ങളുടെ കിടപ്പാടം സംരക്ഷിച്ചത് V മുരളീധരനാണ്. വേഗം കൂട്ടാൻ വന്ദേ ഭാരത് കൊണ്ടുവന്നത് V മുരളീധരനാണ്. കേന്ദ്രം തരാത്തതിനാലാണ് ക്ഷേമ പെൻഷൻ തരാത്തതെന്ന പിണറായിയുടെ കള്ളപ്രചരണം കണക്കുനിരത്തി പൊളിച്ചത് V മുരളീധരനാണ്. ഒടുവിൽ സുപ്രീം കോടതിയും V മുരളീധരൻ്റെ കണക്കാണ് ശരിയെന്ന് പറഞ്ഞതോടെ സഖാക്കൾക്ക് കുരുപൊട്ടുന്നത് സ്വാഭാവികം. കരിമണൽ കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകളെ വട്ടമിട്ട് അന്വേഷണ ഏജൻസികൾ പറന്നെത്തിയതും V മുരളീധരൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥനെ പൂക്കോട് ക്യാമ്പസിൽ SFI ഗുണ്ടകൾ മർദ്ദിച്ചു കൊന്നപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ഓടിയെത്തുകയും CBI അന്വേഷണത്തിന് മുൻകൈയെടുക്കുകയും ചെയ്തത് V മുരളീധരനാണ്. ഹിന്ദു വിശ്വാസത്തെ നിരന്തരം അവഹേളിക്കുന്ന CPM കോൺഗ്രസ് നിലപാടുകൾക്കെതിരെ പരസ്യമായി പറയുകയും തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്ന ഗുരുവായൂരപ്പ ഭക്തനാണ് V മുരളീധരൻ. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ആക്രമിക്കാതിരിക്കുന്നത് എങ്ങനെ? ആഡംബരവും കൈക്കൂലിയും അക്രമവും മുഖമുദ്രയാക്കിയ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ച് പ്രചരണം നടത്തുന്ന V ജോയിയുടെ അണികൾ മുരളീധരനെ ആക്രമിക്കാൻ നോക്കുക സ്വാഭാവികം. പക്ഷേ ഡൽഹി കോട്ടയിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് V മുരളീധരനെന്ന് ഈ വാൽമാക്രികൾക്ക് അറിയില്ല. ബംഗാളിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശനത്തിന് പോയ V മുരളീധരനെ മമതാ ബാനർജിയുടെ ഗുണ്ടകൾ വാഹനമടക്കം ആക്രമിച്ചിട്ടും പതറാതെ മുന്നോട്ട് പോയ നേതാവാണ് V മുരളീധരൻ. ഇങ്ങനെ വാൽമാക്രികളെ അയച്ച് തെറി വിളിച്ചാൽ V മുരളീധരൻ പേടിച്ചോടുമെന്ന് കരുതിയ V ജോയിയെക്കുറിച്ച് സഹതപിക്കാനേ പറ്റൂ. നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.